സാലി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കൂളിൽ ഇവർ ഫീസൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ അറിയത്തോ ഒന്നും തന്നെയില്ല. പക്ഷെ അത് എക്സാമിൽ അവർ എഴുതി ഫുള്ള് മാർക്ക് വാങ്ങുന്ന രീതിയിൽ എക്സാമിന് വരുന്നുണ്ട്. അത് ഭയങ്കര ഡൗട്ട് തോന്നി. എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല, പക്ഷേ സ്കൂളിൽ ചെന്ന് എക്സാം എഴുതുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് ഈ സ്കൂളുകാർ ഈ കുട്ടികളെ ജയിപ്പിച്ച് വിടുവാണ്. ഇതേ കണക്ക് 4ലും 3ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം അവരെ ജയിപ്പിച്ച് വിടുവാണ് വേറെ കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു ഫീസൊക്കെ മറ്റുള്ള സ്കൂളുകളെക്കാൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അധികമായിട്ടാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് ഇവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വാങ്ങിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ 800 രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത് ഓരോ ഡ്രസ്സിനൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ 400 രൂപ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ പറ്റുണ്ട്. ഇതിനെപ്പറ്റി താനുണ്ടെങ്കിൽ ഈ ഡ്രസ്സൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞതിനുണ്ടെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തനിക്കെതിരെ തങ്ങളുടെ മക്കൾക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടൊരു ദേഷ്യമുണ്ടായിരുന്നു. കുറേ ടീച്ചർമാർ തൻ്റെ മക്കളെയൊക്കെ അപമാനിച്ചു. ഈ ഒരു നോയമ്പ് സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ടീച്ചർമാരൊക്കെ ഓരോ രീതിയിലും ഭയങ്കര നല്ല രീതിയിലല്ല കുട്ടികളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു സ്കൂളിലുള്ള മറ്റ് കുട്ടികളുടെ പേരൻസിനും അറിയാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് പറയാൻ മടിയുണ്ട്. പക്ഷെ താനത് മുമ്പോട്ട് വന്ന് പറയുന്നത് ഇതറിയണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി സാലി പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്നെയും തൻ്റെ ഭർത്താവിനെ പറ്റിയ അനാവശ്യം കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അത് മെയിനായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ മുൻ കാമുകിയൊക്കെ ആ ഒരു സ്കൂളിൽ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. താനുമായിട്ട് നല്ല രീതിയിലൊക്കെ പണ്ടത്തെ നല്ല രീതിയിൽ ബന്ധമൊക്കെ ആയിരുന്നു. പക്ഷേ തന്നെ പറ്റിയൊക്കെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ കല്യാണത്തിന് മുമ്പേ വേറെ ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഈ തൻ്റെ ഭർത്താവ് ഷാജഹാനുമായിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം അപവാദങ്ങൾ ാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അത് ചോദിച്ച സമയത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ കൈയൊഴിഞ്ഞു എന്നും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ താനുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ ഫീസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ മാനേജ്മെൻറ്റ് തന്നെ ഇവരെ വിളിച്ചിട്ട് ഇത് കണക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടത് ശരിയായില്ല, കാരണം മറ്റുള്ള കുട്ടികൾ ഈ ഒരു സ്കൂളിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം പേര് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഞങ്ങളെ വിളിച്ചത് കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും സാലി പറയുന്നുണ്ടായിരുന്നു. അപ്പം സാലി പറഞ്ഞൊരു കാര്യം, ഇത്രയും ഫീസൊക്കെ വാങ്ങുന്ന മറ്റ് സ്കൂളുകളൊന്നും ഇത്രയും ഫീസ് വാങ്ങുന്നില്ല, അപ്പോൾ ഇവർ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞതിനാണ് ഇപ്പം പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ സാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങളും സാലി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കേൾക്കണമെങ്കിൽ അവരുടെ ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്.